എൻ ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കുറേ ദിവസമായി ഒരു വീഡിയോ എടുത്തിട്ട് മഴയൊക്കെ ആയാലും പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനൊരു 2 മാസം മുമ്പ് അഡ്ലീനിയം മുറിച്ച് ബ്രൂണിങ് ചെയ്തതാണത്. ബ്രൂണിങ് ചെയ്തിട്ട് ഇതുപോലെ കുത്തി വെച്ചിട്ട് ഇപ്പോൾ അത് ഇതുപോലെ വേര് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനി നമ്മൾ വളമൊക്കെ ഇട്ട് എല്ലാം അത് വെറുതെ മണ്ണിലാണ് ഞാൻ അന്ന് പിടിപ്പിച്ചത്. ഇപ്പോൾ വേര് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനി ഞാനത് വളമൊക്കെ ഇട്ട് ഒരു ചട്ടിയിലോട്ട് നടാൻ പോവുകയാണ്. ശരിക്കും മഴയൊന്ന് മാറട്ടെ എന്ന് ഓർത്തിട്ട് ഇന്നൊരു മഴയ്ക്കൊരു ആശ്വാസമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു ഹോളുള്ള ചട്ടി എടുത്തിട്ടുണ്ട്. ഹോളില്ലെങ്കിൽ നമ്മളതിന് ഹോളുണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഹോള് വേണം. നമ്മൾ വെള്ളം നല്ലപോലെ വാർന്നു പോകണം. അപ്പം ഞാൻ അതിനുള്ള ഇതൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. തയ്യാറാക്കണം മണ്ണ്, നമ്മുടെ സാധാരണ നടന്ന മണ്ണ്, പിന്നെ ഒരു ഇച്ചിരി ഒരെണ്ണം നടന്നതാണ് ഞാനിപ്പോൾ കാണിക്കണത്. ഇച്ചിരി വേപ്പിൻ പൊടി, അത് എല്ലുപൊടി കുറച്ചേ ഇടണുള്ളേ. ഒരെണ്ണത്തിനുള്ളതാണ് ഞാനിപ്പോൾ ഈ കാണിക്കണത്. പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, നമുക്ക് ചകിരിച്ചോറ് ഇടണില്ല ഞാൻ. ഒന്നാമത് മഴയൊക്കെയാണ്, ഇതിനധികം വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഒരുപാട് വെള്ളം വാർന്നു പോകണ ചട്ടിയിൽ വേണം വെക്കാൻ. അത് കല്ലിട്ട് കൊടുക്കണം. ആദ്യം കുറച്ച് നല്ലപോലെ ഇച്ചിരി കല്ലിട്ട് കൊടുക്കണം. വലിയ കല്ലെന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് ഇതാക്കിയിട്ട് ഇത് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് ചകിരിച്ചോറ് ഇടണില്ല. ചകിരിച്ചോറ് ഇട്ടാലതേ വെള്ളം നമ്മൾ ഒരുപാട് നനവ്, ഇത് നമ്മൾ അഡ്ലീനിയം പറഞ്ഞാൽ ഒരുപാട് വെള്ളം വേണ്ട. അത് അതിൻ്റെ വേര് ചീഞ്ഞു പോകും. നമ്മളൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇതിന് വെള്ളം ഒഴിക്കുകയുള്ളൂ. ഇപ്പം മഴയായാണ് ഞാനൊരു ഷെയ്ഡിലൊക്കെ കൊണ്ട് വെച്ചാണ് ഇത് പിടിപ്പിച്ചെടുത്തത്. പിന്നെ ഇനിയിപ്പോൾ മഴ കാരണം ഷെയ്ഡിൽ തന്നെ വെക്കണം. എന്നിട്ട് വെയിൽ ഉള്ള സമയത്ത് നമ്മൾ ഇതിന് നല്ലപോലെ വെയിൽ കൊള്ളണം. മണ്ണധികം നനഞ്ഞതായിരിക്കരുത്. ഒരുപാട് 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ മണ്ണ് തൊട്ട് നോക്കുക. അപ്പോൾ നനവ് അതൊന്ന് കാണിച്ചേ. അതിലധികം വെള്ളം ഒഴിക്കാണ്ടാണ് ഞാനത് ഈ വേരൊക്കെ പിടിപ്പിച്ചെടുത്തത്. അപ്പോൾ അതുപോലെ വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് ഇതുപോലെ വേര് പിടിപ്പിച്ചെടുത്തതാണ് ഞാനിത്. വേര് പിടിപ്പിച്ചിട്ട് ഇപ്പം ഇതിൻ്റെ അടി ഇങ്ങനെ കോഡെക്സ് എന്ന് പറയാൻ, അത് ഇങ്ങനെ വീർത്ത് വരും. അത് നമ്മളിങ്ങനെ നടുമ്പോൾ അധികം മണ്ണിലോട്ട് താത്തി വെക്കാതെ ആ വേരൊന്ന് താങ്ങി നിൽക്കാൻ വേണ്ടി മാത്രം. നമ്മൾ ചട്ടിക്ക് ഹോളില്ലെങ്കിൽ അത് ഹോളിട്ട് കൊടുക്കണം. നല്ലപോലെ വെള്ളം മാറുന്നൊഴിച്ചാലും വെള്ളം മാറുന്നു പോകണം. അതിൻ്റെ അകത്തിന് വെള്ളം ഒട്ടും കെട്ടിക്കിടക്കാൻ പാടില്ല. നമ്മൾ ചട്ടി മേടിക്കുമ്പോൾ ചിലപ്പോൾ അതിന് ഹോളുണ്ടാവില്ല. അതൊന്ന് ഹോളിട്ട് കൊടുത്താൽ മതി. അപ്പം അത് നടന്നത് നിങ്ങളിൽ നിന്ന് 2 മാസത്തിന് മുമ്പാണ്. ഞാനിതിപ്പോൾ പ്രൂണിങ് ചെയ്ത് വെച്ചതാണ്. അതിനിപ്പോൾ നല്ലപോലെ വേര് പിടിച്ച് ഇനി ഒരുപാട് വൈകണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒന്ന് പറിച്ച് നോക്കട്ടെ. വേര് പൊട്ടാതെ പറിച്ചെടുക്കണം. ഇത് വെറുതെ മണ്ണിൽ വെച്ചതാണേ. വേര് പിടിച്ചെടുത്ത് വേര് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ.
ഇനിയിപ്പോൾ ഇത് നട്ടിട്ട് വെള്ളം നമ്മൾ അധികം ഒഴിച്ചു കൊടുക്കണ്ട, ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇനി ഇതെല്ലാം നടണത് ഞാൻ എല്ലാം കൂടി നട്ടിട്ട് ലാസ്റ്റ് കാണിക്കാം. അപ്പം അങ്ങനെ നമ്മളെല്ലാം ഇതുപോലെ ഇതെല്ലാം നട്ടുവെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കണേന്. എല്ലാം നട്ടിട്ടുണ്ട്. നട്ടത് ചെറിയതൊക്കെ ഞാൻ ചെറിയ ചട്ടിയിൽ നട്ടേ. അതൊന്ന് വലുതൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് പിന്നെ പറിച്ചൊക്കെ നടാം. ഒരുപാട് വലുതൊക്കെ ആ ചട്ടിയിൽ നട്ട്. ഒരുപാട് താഴ്ചയുള്ള ചട്ടിയിൽ നടാതിരിക്കുക നല്ലത് ഇതപ്പം. അപ്പം ഞാനിത് സൂഡോമോണസിലൊക്കെ ഒന്ന് മുക്കി നടേണ്ടതായിരുന്നു. അപ്പം അത് നട്ടില്ല. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഇപ്പോൾ സൂഡോമോണസ് വെച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് ഓർത്ത്. ഓക്കെ, ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വേരയിലൊക്കെ ഒന്ന് ചെല്ലുമല്ലോ എന്ന് ഓർത്താണ്. ഇതിപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ നട്ടത് എന്താണെന്നാ, 2-3 വേര് വന്നില്ല. അപ്പം ഞാനത് പഴയ പോലെ തന്നെ അങ്ങ് നട്ടു വെച്ച് തന്നു. പിടിക്കണമെങ്കിൽ ഇനി വേര് വരുമ്പോൾ വേറെ ചട്ടിയിലോട്ട് നടാൻ ഓർത്ത്. ബാക്കി എല്ലാത്തിനും വേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാം അതുപോലെ നട്ട്. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണത് ഈ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാമെന്ന് ഓർത്ത്. അതിന് വല്ല ഫംഗസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോകും. ഓക്കെ, അപ്പം നല്ലപോലെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ വെള്ളം എപ്പോഴും ഒഴിച്ചു കൊടുക്കണ്ട. ഇപ്പം നല്ലപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കണേ. അത് ആ മണ്ണൊക്കെ ഒന്ന് ഉറക്കട്ടെ എന്ന് ഓർത്താം. ഈ ചെറുതിനും എല്ലാം വേര് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ആ ചെറിയ ചട്ടിയിലോട്ട് നട്ടതാ. പിന്നെ ഇപ്പം അതിൻ്റെ അകത്ത് നിന്ന് വലുതാകുമ്പോൾ നമുക്ക് വെള്ളം ഇനിയിപ്പോൾ താഴത്തോട്ടൊക്കെ അങ്ങ് ആവട്ടേന്ന് ഓർത്താണ് ഞാനിപ്പോൾ നല്ലപോലെ ഒഴിച്ചു കൊടുക്കണേ. ഓക്കെ, ഞാനിപ്പോൾ ഇത് എല്ലാം നട്ടിട്ടുണ്ട്. ഇനി അത് ഞാൻ ഇത് മുകളിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇനി അത് അവിടോട്ട് തന്നെ കൊണ്ടുപോകും. മഴ കൊള്ളാതെയൊക്കെ ഇനി കുറച്ച് ദിവസം അങ്ങനെ മഴ മാറുന്നവരെ അത് ഷെയ്ഡിൽ തന്നെ വെച്ച് അതൊന്ന് നല്ലപോലെ വേരുറച്ച് നല്ല ഇതായിട്ട് വരും. അതുവരെ ഞാനത് അപ്പം എല്ലാവരും ഈ വീഡിയോ എല്ലാം ഫുള്ളായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ കാണുന്ന ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.